ഹായ്, വെൽക്കം ടു ഇതൾ ബ്ലോഗ്സ്. ഇന്നേ കായ മെഴുക്കുവരട്ടി, കായ ഉപ്പേരി എന്നൊക്കെ പറയില്ലേ, അതാട്ട ഉണ്ടാക്കാൻ പോണത്. പാലക്കാട് സൈഡ് കായ ഉപ്പേരി എന്നാ പറയുക. ഇത് പാളയംകോടൻ കായ വെച്ചിട്ടാട്ടോ. ഏത് കായ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒരുവിധം ചെറുതായി അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൽ കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർക്കുക കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോവും. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാട്ടോ അതിൻ്റെ കറ കളയണത്. ഏത് കായ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ ഉപ്പേരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ അതിൽ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, അതാണ് ഞാൻ പറയണത്. ഇനി കഴുകി മാറ്റി വയ്ക്കുക കേട്ടോ, കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. ഇനി അതിലേക്ക് പച്ചമുളക്, സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി കേട്ടോ. ഇത് രണ്ടും ചെറുതായി അരിഞ്ഞെടുക്കണം. രണ്ടും ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ. ഉണക്കമുളക് അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ടും വെക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ്. പച്ചമുളക് ഇട്ട് വയ്ക്കുമ്പോൾ കാന്താരി മുളകാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചെറുതായി പച്ചമുളക് അരിഞ്ഞെടുക്കുക, സവോള ചെറുതായി അരിഞ്ഞെടുക്കുക, ആവശ്യത്തിന് കറിവേപ്പില. ചെറിയുള്ളി ആയാലും നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളി കുറച്ചുകൂടി ടേസ്റ്റ്. എൻ്റെ കയ്യിൽ സവാള ഉള്ളത്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കായ കഴുകിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇനി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ ജീരകം കേട്ടോ. ചെറിയ ജീരകം അതാട്ടോ ചേർക്കണത്. ചിലർക്കൊന്നും ജീരകത്തിൻ്റെ മണമൊന്നും ഇഷ്ടമല്ല, എങ്കിലും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ചെറിയ ജീരകം കേട്ടോ. അതിട്ട് കൊടുക്കുക. അത് നന്നായി മൂത്ത് വരണം കേട്ടോ എണ്ണയിൽ, ജീരകം, എന്നാലേ നല്ല ടേസ്റ്റ്. എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ നന്നായി വഴണ്ടി വരണം കേട്ടോ. ഈ ജീരകം മൂക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക മണം വരിക. അത് ഈ കായ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുമ്പോൾ അത് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലർക്ക് ജീരകം ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. ഇനി ഒരുവിധം സവാള വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും നന്നായി വഴന്ന് വരണം കേട്ടോ. നന്നായി വഴന്ന് വരണം. നല്ല ടേസ്റ്റാട്ടോ ഈ ഉപ്പേരിക്ക്. നമ്മൾ വേവിച്ച് കാച്ചണതും ഇതിലോട്ട് ഇടുന്നതും വ്യത്യാസമുണ്ട്, എല്ലാം വഴറ്റിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റുക. മഞ്ഞൾപ്പൊടിൻ്റെ ആ മണമൊക്കെ അതിൽ ഒന്ന് കുത്തുമണമൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് അതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കൊന്നും വേണ്ട. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, വേവാൻ ആവശ്യത്തിനുള്ളത്. ഓവറായി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് വേവാൻ ആവശ്യത്തിന് കേട്ടോ. ഇനി നമ്മൾക്കിത് വെള്ളം പെട്ടെന്ന് വറ്റി വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ നോക്കണം. എന്നിട്ട് അടച്ചൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വേവിച്ചിട്ട് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റാണ്.